എലത്തൂർ വീണ്ടും ഇന്ധന ചോർച്ച. ഡിപ്പോയിൽ നിന്ന് വീണ്ടും ഡീസൽ ഓവുചാലിലേക്ക് ഒഴുകിയെത്തുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഡീസൽ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതും. പ്രശ്നം പരിഹരിച്ചതായി അധികൃതർ വ്യക്തമാക്കിയെങ്കിലും ഇപ്പോഴും ഡീസൽ ഒഴുകുകയാണ്. ഗോകുൽ കെ വേണുഗോപാൽ അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്ധന ചോർച്ചയിൽ ഇപ്പോൾ അധികൃതർ നൽകുന്ന വിശദീകരണം എന്ത്? ഇന്ധന ചോർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ലീക്കേജ് ആണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി രാത്രി 11 മണിയോടുകൂടി ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിച്ചു എന്ന് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും രാവിലെ തന്നെ ഈ HPCLന്റെ സമീപത്തുള്ള ഓവുചാലിൽ കൂടി വീണ്ടും ഡീസൽ ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഇന്ധനം പുറത്തേക്ക് വന്നിട്ടുള്ള ഇന്ധനം മാറ്റാനുള്ള ശ്രമം മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തായിട്ട് വന്നിട്ടുള്ള ഓവർഫ്ലോ ആയി പുറത്തു വന്നിട്ടുള്ള ഡീസൽ തന്നെയാണ് ഇപ്പോഴും മണ്ണിനടിയിൽ കൂടി ഓവുചാലിലേക്ക് എത്തുന്നത് എന്നൊരു വിശദീകരണമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടുള്ള ഓരോ ഓവർഫ്ലോ അവിടെ സംഭവിച്ചിട്ടില്ല എന്നൊരു വിശദീകരണം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന അധികൃതരുടെ ഭാഗത്തുനിന്ന് പറയുമ്പോഴും നാട്ടുകാരൊക്കെ വളരെ ആശങ്കയിൽ തന്നെയാണ്. കാരണം പല ആളുകൾക്കും, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് രാവിലെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതായി നാട്ടുകാർ, പ്രദേശവാസികളൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കുടിവെള്ള സ്രോതസ്സുകളൊക്കെ കൂടുതൽ മലിനപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതായിട്ടും അവർ ആശങ്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ HPCLനകത്ത് വിവിധ വകുപ്പുകളുടെ ഒരു യോഗം നടക്കുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ്, കോർപ്പറേഷൻ, ആരോഗ്യ വിഭാഗം, ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ HPCL അധികൃതരുമായി ഇപ്പോൾ ഇതിനകത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ ഇടപെട്ടിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും ഫാക്ടറീസ് ആൻഡ് ബോയിൽസ് ഡിപ്പാർട്ട്മെന്റിനോടും അടിയന്തര റിപ്പോർട്ട് നൽകാൻ AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറോട് സ്ഥലം സന്ദർശിച്ച ശേഷം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ അരമണിക്കൂറിലധികമായി HPCLനകത്ത് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. HPCL അധികൃതരൊക്കെ ഇന്നലെ ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് വരികയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാനും തയ്യാറായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു 10:00 നൽകിയ വിശദീകരണത്തിലാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഒരു ഓവർഫ്ലോ, അതായത് ഈ ടാങ്കിനകത്തേക്ക് ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് ഇന്ധനം ഒരു ലെവലിൽ എത്തുമ്പോൾ മുഴങ്ങേണ്ടിയിരുന്ന മുഴങ്ങാത്തതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് ഓവർഫ്ലോ ഉണ്ടായതാണ് എന്നും ആ ഇന്ധനമാണ് പുറത്തേക്ക് വന്നത് എന്നും അതിനപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓവർഫ്ലോ അല്ലെങ്കിൽ ലീക്കേജോ ഉണ്ടായാൽ ഇതിനുള്ളിലുള്ള ദ്രാവകങ്ങൾ പുറത്തേക്ക് വരാതെ, പെട്രോളോ ഡീസലോ എന്തായാലും പുറത്തേക്ക് വരാതെ ഇതിന്റെ ചുറ്റുമതിലുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യമൊക്കെ പറയുകയുണ്ടായി. പിന്നീട് രാത്രി 12 മണിയോടെ നാട്ടുകാരൊക്കെ പിരിഞ്ഞു പോവുകയായിരുന്നു ചെയ്തത്. പക്ഷേ രാവിലെ ആകുമ്പോഴേക്ക് വീണ്ടും ഈ ഓവുചാലുകൾ നിറയെ ഡീസൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്പസമയം മുമ്പ് പോലും കൂടുതൽ ശക്തിയായിട്ട് ഈ മണ്ണിനടിയിൽ നിന്നും മുകളിലേക്ക്, ഉറവയിലേക്ക്, ഓവുചാലിലേക്ക് ഡീസൽ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിനാൽ തന്നെ എത്രത്തോളം ഡീസലാണ് നഷ്ടപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു കണക്കുകൾ ലഭ്യമായിട്ടില്ല, ഇപ്പോൾ കൃത്യമായി ലഭ്യമായിട്ടില്ല. ഇപ്പോൾ നടക്കുന്ന മീറ്റിംഗിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ രാത്രി തന്നെ 12ഓളം ബാരലുകളിലായിട്ട് 2500ഓളം ലിറ്റർ ഡീസൽ അവിടെ നിന്നും മാറ്റി ഇതിനകത്തേക്ക്, അതായത് പുറമേ നിന്ന് ഓവുചാലിൽ നിന്ന് കോരിയെടുത്ത് ഇതിനകത്തേക്ക് സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു 700 ലിറ്ററൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാമെന്നൊരു വിശദീകരണം നൽകിയിരുന്നെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്കുള്ള അളവിൽ ഡീസൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ രാവിലെ നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ട സമയത്ത് ഇതിന്റെ കണക്കുകളൊക്കെ ലഭ്യമാവണമെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലഭ്യമാകൂ എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോൾ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിലുള്ള മീറ്റിംഗ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സ്വീകരിക്കേണ്ട അടിയന്തര നടപടി, എങ്ങനെയാണ് ഈ സാങ്കേതിക പ്രശ്നം സംഭവിച്ചത്, ഇനി സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ഏത് രീതിയിലായിരിക്കും കൈക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മീറ്റിംഗിന് ശേഷം ഉദ്യോഗസ്ഥർ തന്നെ മാധ്യമങ്ങളോട് പറയുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എലത്തൂരിൽ തന്നെയാണ് ഗൂഗിൾ തുടരുന്നത്. അവിടെ നിന്നാണ് തത്സമയം നമുക്ക് റിപ്പോർട്ട് നൽകുന്നതും. ഗൂഗിൾ, അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ഏതെങ്കിലും നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കാൻ സാധ്യതയുണ്ടോ? നമ്മളിപ്പോൾ ഈ HPCLന്റെ മുമ്പിലേക്കാണ്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ മീറ്റിംഗ് നടത്തുന്ന അതിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന് വലതുവശത്തായിട്ടാണ് ഈ ചോർച്ച സംഭവിച്ച് ഡീസൽ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെയാണ് ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നത്. കാരണം അവിടെ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഡീസൽ മാറ്റുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബക്കറ്റിലും മറ്റുമൊക്കെയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗ് നടക്കുകയും അവരുടെ പ്രതികരണങ്ങളും മറ്റും എടുക്കേണ്ട ആവശ്യത്തിനായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയതിനാലാണ് അവരുടെ പ്രതികരണം ലഭ്യമാകാതിരുന്നത്. നേരത്തെ നമ്മൾ ജനങ്ങളോട് പ്രതികരണം തേടിയ സമയത്ത് അവൾ വളരെ ആശങ്കയോടെയാണ് കാര്യങ്ങൾ പങ്കുവച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളും ജലസ്രോതസ് മലിനമാകുന്ന വിഷയങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെച്ചു വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആശുപത്രിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ശരി.